കോട്ടയം കുഞ്ഞച്ചൻ അന്ന് തിയേറ്ററിൽ വലിയ സക്സസ് ആണ്. അദ്ദേഹത്തിന്റെ നർമ്മമേ ഇപ്പൊ ഇവരെല്ലാം പറയുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്. മോഹൻ ജോസേട്ടൻ പറഞ്ഞു മിതഭാഷിയായിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നാൽ കോട്ടയം കുഞ്ഞച്ചൻ ഒരു കുഞ്ഞച്ചൻ ആള് മാസാണെങ്കിലും ഈവൻ അതിൽ വരുന്ന സുകുമാരൻ ചേട്ടന്റെയും സംഘത്തിന്റെ ഒരു ട്രാക്ക് ഉണ്ട്, ഒരു കളരി സംഘം വരുന്നുണ്ട്. കുഞ്ചേട്ടന്റെ ഒരു പെണ്ണുകാണൽ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളാണേലും ഒക്കെ വലിയ നർമ്മങ്ങളുണ്ട് അതിനകത്ത്. ഈ നർമ്മം എവിടുന്നാണ് അതാ വരുന്നത്, എവിടുന്നാണ് അദ്ദേഹത്തിന്റെ? അത് കുഞ്ഞച്ചന്റെ ആക്ച്വൽ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയതല്ല. അതായത് ഇപ്പോൾ ഡെന്നിസ് ഒന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് ടേപ്പ് റെക്കോർഡ് ചെയ്ത് തരും. കംപ്ലീറ്റ് അത് ഇങ്ങനെ പറഞ്ഞു പോകും. ചിലപ്പോൾ ഒരു 4-5 സീൻ അതിൽ വിത്ത് ഡയലോഗോട് കൂടിയാണ് പറഞ്ഞത്. അതിനൊക്കെ ഈ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് രാത്രി ഞാൻ വേണു ബി നായർ ഉണ്ട്, പുള്ളിയുടെ അസോസിയേറ്റ് ആയിരുന്നു, കുറേ പടം പിന്നെ ഡയറക്റ്റ് ചെയ്തു. രാത്രി ഇരുന്ന് ഇത് കോപ്പി ചെയ്യും, നെക്സ്റ്റ് ഡേ അത് വായിച്ചിട്ട് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കൈ കൊണ്ട് എഴുതിയതല്ല. ഡെന്നിസ് ഫുൾ ഇതിൽ കൂടെ ടേപ്പ് റെക്കോർഡിൽ കൂടെ പറഞ്ഞ് റെക്കോർഡ് ചെയ്തതാണ്. അതിൽ കൂടെ വന്നതാണ്. ഡെന്നിസ് ആക്ച്വൽ നമ്മൾ കൂടെ ഇരിക്കും, അങ്ങനെ കോമഡി അടിക്കില്ല, പക്ഷെ കോമഡി കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പ്രീവിയസ് ഹിസ്റ്ററി, പഴയ കാര്യങ്ങൾ, മെരിലാൻഡിൻ്റെ കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വലിയ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ, അത്രയും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എഴുതാം, പക്ഷെ ഇത് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വലിയ സംഭവം തന്നെയാണ്. അതാ ഞാൻ പറയാൻ വന്നത്. അതായത് 2 കാര്യങ്ങളാണ്. ഒരാൾ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഹിറ്റാക്കി തരാന്നൊരു ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരാളുണ്ട്. ഒരാൾ എന്ന് പറയണം എന്റെ കരിയർ ഈ സിനിമ നന്നായ ഞാനുണ്ട്, അല്ലെ ഞാനില്ല എന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സിനിമ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരു എഴുത്തുകാരന്റെ. പക്ഷെ വേറൊരു കാര്യമാണ്, ആ ഒരു കോൺഫിഡൻസ് ആണത്. അതൊരു കാര്യമാണ് ദേവേട്ട. ഇപ്പൊ ദേവേട്ട നേരത്തെ പറഞ്ഞു 18 മാസമായിട്ട് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അപ്പോഴൊക്കെ ഒരു മനുഷ്യനുണ്ടാകുന്ന കോൺഫിഡൻസ് കുറവും, ഒരാൾക്ക് 10 പടം ലൈനപ്പിലും ഒരു പടം ഡയറക്ഷനും ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഫോം ഉണ്ടല്ലോ. നമ്മൾ ക്രിക്കറ്റ് കളിക്കാർക്കാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഒരു ഫോം ഉണ്ടാകുക എന്ന് പറയുന്നതൊക്കെ ഈ സമയത്ത് ഒരുപക്ഷെ ഒരു എഴുത്തുകാരുണ്ടാവും. ഇതിനിടയിൽ ഒരു ആരോപണം ബാബു സാർ ഇപ്പൊ മോഹൻ ജോസേട്ടനെ പറ്റി പറഞ്ഞു. എന്താണ്? ചില ത്രെഡുകൾ പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെ പറ്റിയിട്ടൊക്കെ ഡെന്നിസ് പറയും, ഇത് വായിച്ചു നോക്ക്, സിനിമയ്ക്ക് പറ്റിയതാണെങ്കിൽ അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം വളരെയധികം തമാശ പറയില്ലെങ്കിലും തമാശ ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ വെളുക്കെ ചിരിക്കുന്ന ഒരാൾ. നല്ല ചിരിയാണ് അദ്ദേഹത്തിന്. അത് നല്ല സുന്ദരനായ ഒരു ആയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നായർ സാബ് ഷൂട്ട് ചെയ്യുമ്പോൾ അത് 3 ഷെഡ്യൂളിലായിട്ടാണ്. 2 ഷെഡ്യൂൾ കാശ്മീരിലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ശ്രീനഗറിൽ ഗ്രീൻ ഏക്കർ ഹോട്ടൽ, അവിടെയാണ് നമ്മൾ താമസിച്ചത്. അതൊരു 10-25 ദിവസം. അത് കഴിഞ്ഞ് അത് സമ്മർ സീസണായിരുന്നു. അത് കഴിഞ്ഞ് 2ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മഞ്ഞു വീഴ്ചയുടെ കാലമായിരുന്നു. ആ സമയത്താണ് സെക്കൻഡ് ഷെഡ്യൂൾ. അത് ഗുൽമാർഗിൽ ഹോട്ടൽ ഹിൽ ടോപ്പ്, അങ്ങനെ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഒരു 7 മണിയോടുകൂടി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. റൂമിൽ വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം എല്ലാ ദിവസവും അവിടുത്തെ ഡൈനിങ് ഹാളിൽ കൂടും. അത് തമാശയും കാര്യങ്ങളും പരിപാടികളൊക്കെ ഡിന്നർ കഴിക്കും, ഡ്രിങ്ക്സ് ഉണ്ടാവും, എല്ലാം കഴിഞ്ഞിട്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഡെന്നിസിനെ അവിടെ കണ്ടിട്ടില്ല. ഡെന്നീസിന്റെ റൂമിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു വ്യക്തിയായിരുന്നു എഴുത്തുമായിട്ട്. അല്ലാണ്ട് ഈ കലാപരിപാടികൾ ഈ സൗഹൃദ സംഘങ്ങളിലില്ല, വരൂല. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അല്ല, നമ്മളിപ്പോ ഈ പറയുന്ന ഗൗരവമുള്ള ആളാണ്. കുട്ടികളുടെ ചിത്രത്തിനുള്ള അവാർഡോ മറ്റേ മനുവെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആലോചിക്കണം. ഉണ്ട്, നാഷണൽ അവാർഡ്. മനുവെങ്കിൽ എന്ന് പറയുന്ന സിനിമ കുട്ടികളുടെ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടിയ എഴുത്തുകാരനെ പറ്റിയാണ് നിങ്ങൾ ഗൗരവക്കാരനാണ്. എന്തൊരു ആൾക്കാർ ഈ സ്റ്റേജിൽ കയറാൻ പഠിച്ച് അത് വാങ്ങിക്കാൻ പോയില്ല. മനുവെങ്ങളുടെ നാഷണൽ അവാർഡ് പ്രസിഡന്റ് ആയിരുന്നു, ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു, പോയില്ല. പേടിച്ചാൽ ഒരു ഇത് കൊണ്ട് പോകാത്തതാണ്. അദ്ദേഹം ഏറ്റവും കൊണ്ട് വായിക്കുന്നത് ഈ പറഞ്ഞ പോലെ ബോബനും മോളിയും ബാലരമ ഇതൊക്കെയാണ്. എപ്പോഴും കൈ കാണും, എപ്പോഴും ഇഷ്ടം പോലെ ഇങ്ങനെ കെട്ട് കണക്കിന് വായിക്കും.